കുറച്ച് അധികം വർഷത്തിൻ്റെ ഒരു പഴക്കമൊന്നുമില്ല. കൂടിയാൽ 5-10 വർഷത്തിൻ്റെ ഒരു പഴക്കം. ഈ ഒരു പഴക്കത്തിൽ നമുക്ക് നമ്മുടെ പഴയ മൂല്യങ്ങൾ, നമ്മൾ ജീവിച്ചിരുന്ന കുറേ നന്മകളുണ്ട് കേരളീയ സമാജത്തിൽ. നമ്മുടെ എല്ലാ മേഖലകളിലും വ്യാപിച്ചു കിടന്നിരുന്ന നമ്മുടെ ആധ്യാത്മികതയുടെ ഒരു സ്വഭാവം എല്ലാ മേഖലകളിലും അത് പ്രകടമായിരുന്നു. ധർമ്മത്തിലും ആധ്യാത്മികതയിലും സ്വത്വത്തിലും പൈതൃകത്തിലും ഒക്കെ അധിഷ്ഠിതമാക്കിക്കൊണ്ടായിരുന്നു നമ്മളുടെ ഏത് മേഖലകളും നമ്മൾ പ്രവർത്തിപ്പിച്ചു വന്നിരുന്നത്. നമ്മുടെ കുട്ടികളെ നമ്മൾ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതിർന്നവരെ പാദനമസ്കാരം ചെയ്യണമെന്നും, അതുപോലെ തന്നെ അക്ഷരങ്ങൾ ചവിട്ടരുതെന്നും, കുറേ മൂല്യങ്ങൾ കേരള സമൂഹം, അതുപോലെ തന്നെ ചെറിയ ചെറിയ ജീവികൾക്കൊക്കെ കളമൊക്കെ വരച്ച് അന്നം കൊടുക്കണമെന്നും, ഇതിനൊത്തിരി ഒരുപാട് നമ്മുടെ മൂല്യങ്ങളുണ്ടായിരുന്നു കേരളീയ സമാജത്തിൽ. പക്ഷെ കുറച്ച് കാലങ്ങളായിട്ട് ഇങ്ങനെയുള്ള മൂല്യങ്ങളൊക്കെ തമസ്കരിക്കപ്പെടുന്ന, അപമതിക്കപ്പെടുന്ന ഒരു സാഹചര്യം കേരളത്തിൽ വ്യാപകമായി ബോധപൂർവം നടക്കുന്നതായിട്ട് ഉണ്ട് എന്നുള്ളത് നമ്മുടെയൊക്കെ അനുഭവമാണ്, നമ്മുടെ എല്ലാവരുടെയും അനുഭവമാണ്. എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. പക്ഷെ എന്തെങ്കിലും ചെയ്യാൻ കഴിയണ്ടേ എന്നുള്ളതാണ് ചിന്ത. കാരണം ഇങ്ങനെയുള്ള മൂല്യങ്ങളിലും നമ്മുടെ പരമ്പരാഗതമായിട്ട് നമുക്ക് ലഭിച്ച നന്മകളിലും കൂടിയാണ് കേരള സമാജം നാളിതുവരെയും നന്നായിട്ട് ജീവിച്ചു പോകുന്നത്. വലിയ അസ്വസ്ഥതകളൊന്നും കേരള സമൂഹത്തെ ബാധിച്ചിരുന്നില്ല. വലിയ അസ്വസ്ഥതകളൊന്നും തന്നെ കേരളത്തിലുണ്ടായിരുന്നില്ല. മറ്റ് പല സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ ശാന്തമായ ഒരവസ്ഥയിലായിരുന്നു ഹിന്ദു സമൂഹത്തിന്റെ കേരളത്തിലെ ജീവിതം. എല്ലാവരും ബഹുമാനിക്കപ്പെട്ടിരുന്നു. പക്ഷെ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ആ ബഹുമാനത്തിനൊന്നും കുറവുണ്ടായിട്ടുണ്ട് എന്നുള്ളതല്ല, പക്ഷെ നമ്മൾ എവിടെയൊക്കെയോ നമുക്ക് കുറച്ച് കുറവുകൾ നമുക്ക് അനുഭവപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ചില ചിഹ്നങ്ങൾ സമൂഹത്തിൽ നിന്നും നഷ്ടപ്പെട്ടു പോകുന്ന സ്വഭാവം. അപ്പൊ അങ്ങനെയുള്ള ഏതൊക്കെ മേഖലകളിലാണോ നമുക്ക് അങ്ങനെയുള്ള കുറവുകൾ സംഭവിച്ചിട്ടുള്ളത്, അതൊക്കെ നമുക്കൊന്ന് കൂടി ആലോചിക്കണം. നമ്മൾ അതിനൊക്കെ ഒരു പരിഹാരത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയണം. അതിനെയൊക്കെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ ഒരു നേതൃ സമ്മേളനം എന്ന നിലയിൽ ഈ ധർമ്മ സന്ദേശ യാത്രയോടനുബന്ധിച്ച് ഇങ്ങനെ ഒരു നേതൃ സമ്മേളനം എന്നൊരു വ്യവസ്ഥ വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മളെ ഓരോരുത്തരും ഓരോ യൂണിറ്റുകളായിട്ട് പ്രവർത്തിക്കുന്നവരാണ്. ഓരോ സംഘടനകളും, അതുപോലെ തന്നെ ആശ്രമങ്ങളുടേതാണെങ്കിലും മറ്റ് സമുദായ സംഘടനകളുടേതാണെങ്കിലും മറ്റ് ആധ്യാത്മിക സംഘടനകളുടേതാണെങ്കിലും ഒക്കെ ഓരോന്നും അതാതിന്റെ മേഖലകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ ഒത്തൊരുമിച്ച് നമുക്കൊരു പ്ലാറ്റ്ഫോം എന്നുള്ളത് പലപ്പോഴും സാധ്യമാകാത്ത ഒരു സംഗതി നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അത് സാധ്യമാകാൻ, അല്ലെങ്കിൽ അതിലേക്ക് ഒരു തുടക്കമിടുക എന്നുള്ളതിനെ ഉദ്ദേശിച്ചുകൊണ്ടുകൂടിയാണ് ഇങ്ങനെ സമാജത്തിലെ വ്യത്യസ്ത മേഖലകളിൽ വ്യാപരിക്കുന്ന നമ്മുടെ സംഘടനാ സ്വരൂപങ്ങളെ എല്ലാവരെയും കൂടെ ചേർത്തുകൊണ്ട് ഇങ്ങനെ ഒരു നേതൃസമ്മേളനം വെച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് നമ്മുടെ ഉദിചൈതന്യജി പറഞ്ഞതുപോലെ നമുക്ക് ഐക്യപ്പെടണം. ഒരു തരത്തിലും നമുക്ക് ഭിന്നതയുടെ അല്ലെങ്കിൽ വിദ്വേഷത്തിന്റെ തുടങ്ങിയ അങ്ങനെയുള്ള ഒരു ഭാവന നമ്മുടെ ചിന്തയിൽ പോലും ഉണ്ടാക്കാൻ പാടില്ല. എല്ലാ മേഖലകളിലും ഹിന്ദു സ്വരൂപം ഒന്നായിട്ട് നിൽക്കണം. അതിന് നമുക്ക് രാഷ്ട്രീയത്തിന്റെ ഒരു പേരിലുള്ള ഒരു വിഘടന സ്വഭാവം കൂടി നമുക്ക് ഉണ്ടാക്കാൻ പാടില്ല. ഞാൻ കോൺഗ്രസ് ഹിന്ദുവാണ്, കമ്മ്യൂണിസ്റ്റ് ഹിന്ദുവാണ്, ഇതൊക്കെയാണ് അതിന്റെ വലിയ പ്രശ്നങ്ങൾ. ഈ കോൺഗ്രസ് ഹിന്ദുവാണ്, കമ്മ്യൂണിസ്റ്റ് ഹിന്ദുവാണ് എന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കുന്നവർക്കും ഉണ്ടാകാൻ പോകുന്ന ഒരു ദുരവസ്ഥയുണ്ട്. അത് വളരെ ഭീതിതമാണ്. അതായത് ഹിന്ദു ജനസംഖ്യ വളരെ 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 കുറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പൊ അതൊരു കുറച്ച് വർഷങ്ങളുടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ന്യൂനപക്ഷ സ്വഭാവത്തിലേക്ക് മാറും. ന്യൂനപക്ഷ സ്വഭാവത്തിലേക്ക് ഹിന്ദു എത്തിക്കഴിയുമ്പോൾ പിന്നെ ജീവിതം വളരെ ദുസ്സഹമായി തീരും. ഇന്നത്തെ അവസ്ഥയൊന്നും ആയിരിക്കില്ല, വളരെ ദുസ്സഹമാകും. അപ്പൊ ആ ദുസ്സഹാവസ്ഥയിൽ ഈ പറയുന്ന ഞാൻ കോൺഗ്രസ് ഹിന്ദുവാണെന്ന് പറയുന്ന ആളിനും കമ്മ്യൂണിസ്റ്റ് ഹിന്ദുവാണെന്ന് പറയുന്നവനും ഹിന്ദു എന്ന ഒരു ഇതേ ഉണ്ടാവുള്ളൂ. ഹിന്ദുവിന്റെ പൊതു സംഗതിയില് ഹിന്ദു നിന്ദിക്കപ്പെടുമ്പോ, അപമാനിക്കപ്പെടുമ്പോ, ചവിട്ടി മെതിക്കപ്പെടുമ്പോ ഈ കമ്മ്യൂണിസ്റ്റ് ഹിന്ദുവും ചവിട്ടി മെതിക്കപ്പെടും, ഈ കോൺഗ്രസ് ഹിന്ദുവും ചവിട്ടി മെതിക്കപ്പെടും. അപ്പൊ ആ ഒരു ബോധ്യം നമ്മുടെ സമാജത്തിനകത്ത് വ്യക്തമായിട്ടും ഉണ്ടാവണം. ഒരു തരത്തിലും അതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തിന്റെ പേര് പറഞ്ഞു പോലും നമുക്ക് മാറി നിൽക്കാൻ ഇടവരാത്തവണ്ണം ഹിന്ദു സമാജത്തിനകത്ത് ഒരു സംഘടിതമായ
ഒരു സ്വഭാവം, ഐക്യപ്പെട്ട ഒരു സ്വഭാവം നമ്മുടെ സമൂഹത്തിനകത്ത് ഉണ്ടാവണം. അതുണ്ടായില്ലെങ്കിൽ മഹാദുരന്തമാണ് നമ്മളെ കാത്തിരിക്കുന്നത് എന്ന ഓർമ്മിപ്പിക്കലിന് വേണ്ടിയിട്ടാണ് വാസ്തവത്തിൽ ഇതെല്ലാ ജില്ലകളിലും നേതൃ സമ്മേളനം എന്ന നിലയിൽ തന്നെ. കാരണം ഇതെല്ലാത്തിൻ്റെ പ്രതിനിധികളാണ് നമ്മളെ ഒത്തുചേർന്നിരിക്കുന്നത്. അപ്പോൾ ആ പ്രതിനിധികൾക്കകത്ത് സാധാരണ സംഘടനകൾക്കകത്ത് ഇത് ചർച്ചയിൽ വരികയും എല്ലാ സംഘടനകളും വ്യത്യസ്തമായ രാഷ്ട്രീയ ധാരകളിൽ പ്രവർത്തിക്കുന്നവരൊക്കെ ഉണ്ട്. എല്ലാ സമുദായ സംഘടനകളിലും ഉണ്ട്, അതുപോലെ തന്നെ ആധ്യാത്മിക സംഘടനകളിലും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവരെല്ലാം ചേർന്ന് ഈ ഒരു സംഗതിയെക്കുറിച്ച് ചർച്ച ചെയ്യുകയും സമാജം ഒത്തൊരുമിച്ച് നിൽക്കേണ്ട കാലഘട്ടം അതിക്രമിച്ചിരിക്കുന്നു, അത് നമ്മുടെ നിലനിൽപ്പിന്റെ ആവശ്യമാണ്, നമ്മുടെ ഗുരുപരമ്പരകൾ പഠിപ്പിച്ചു തന്ന നമ്മുടെ വഴിയുണ്ട്, ആ വഴികൾ മുഴുവൻ നിലനിർത്തുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇന്നിപ്പോ അവർ തന്നിട്ടുള്ള ക്ഷേത്രങ്ങൾ പോലും നമുക്ക് നിലനിർത്താൻ കഴിയുന്നില്ല. അവർ നമുക്ക് തന്നിരിക്കുന്നത് രാജാവിന്റെ ഒക്കെ കാലത്ത് ഇതെല്ലാം ഭഗവാനാണെന്ന് പറഞ്ഞിട്ട് കൊടുത്ത ധനം മുഴുവൻ അതുപോലെ നമുക്ക് ആർക്കും ഒന്നും ഹിന്ദു സമാജത്തിന്റെ ഒരു അഭിമാന സ്തംഭമായിട്ട് പോലും നമുക്ക് പറയാൻ കഴിയുന്നില്ല. ഒക്കെ ആരൊക്കെയോ കൈകാര്യം ചെയ്യുന്ന സാഹചര്യമാണ്. അപ്പൊ അവര് പകർന്നു തന്നിട്ടുള്ള മൂല്യങ്ങൾ വേദങ്ങൾ മുതലുള്ള പാരമ്പര്യത്തിന് അന്യമായിട്ടുള്ളതല്ല കേരളത്തിലുള്ള പാരമ്പര്യം. വേദങ്ങളും ഉപനിഷത്തുകളും ദർശനങ്ങളും അതുപോലെ തന്നെ ഇതിഹാസങ്ങളും പുരാണങ്ങളും ഗൃഹസൂത്രങ്ങളിലും ഒക്കെ അധിഷ്ഠിതമായിട്ടുള്ളൊരു പാരമ്പര്യമാണ് കേരളത്തിലുള്ളത്, അല്ല വ്യത്യസ്തമായിട്ടുള്ളതല്ല. പക്ഷെ അവിടെ ആ മൂല്യങ്ങളെ സംരക്ഷിക്കാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ വാസ്തവത്തിൽ നമുക്ക് മുന്നേ ജീവിച്ചു പോയ ചട്ടമ്പി സ്വാമികളും നാരായണ ഗുരുദേവനും തൈക്കാട്ട് അയ്യാ സ്വാമികളും സദാനന്ദ ഗുരുദേവനും നിർമ്മലാനന്ദ സ്വാമികളും ആഗമാനന്ദ സ്വാമികളും വാഗ്ബടാനന്ദ സ്വാമികളും ഒക്കെ പഠിപ്പിച്ചു തന്ന ഇങ്ങനെ എത്രയോ ഗുരുക്കന്മാർ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഈ വഴികൾ മുഴുവൻ നമുക്ക് പഠിപ്പിച്ചു തന്നു. ഈ വഴികൾ മുഴുവൻ പഠിപ്പിച്ചു തന്ന അവരെ പോലും നമ്മൾ തള്ളി പറയുന്നത് ലോകത്തിൽ ചെറുത്ത് ഭാവിയിൽ വിലയിരുത്തപ്പെടും. അപ്പൊ ആ ദുസ്ഥിതിയിലേക്കൊന്നും നമുക്ക് എത്തിക്കാൻ ഇടവരരുത്. അവർ പഠിപ്പിച്ചു തന്നുള്ള എല്ലാ വഴികളും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കാണ് എന്ന ബോധ്യത്തോടു കൂടി ഇനിയുള്ള കാലമെങ്കിലും നമുക്ക് ജീവിക്കാൻ കഴിയണം എന്നുള്ളതിനെ ഒന്ന് ഓർമ്മിപ്പിക്കുക എന്നതിന് വേണ്ടിയിട്ടാണ് ധർമ്മസന്ദേശ യാത്രയിലെ ഈ ഒരു നേതൃ സമ്മേളനം എന്നത് വ്യവസ്ഥപ്പെടുത്തിയിട്ടുള്ളത് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഈശ്വരൻ